പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മനുവിന്റെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് സൂര്യയുടെ മുന്നിൽ. എന്നാൽ ഇതേ സമയം സൂര്യയുടെ ചതികളെല്ലാം മനസ്സിലാക്കുന്ന മനു പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. സൂര്യയോട് ഇനി ഞാൻ അഞ്ജലിയെ വിട്ടു നൽകുകയില്ല. നീ എന്തൊക്കെ ചെയ്താലും ആ തീരുമാനം മാറുകയുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ മനു ചെയ്യുന്നത്. ഇതോടെ സൂര്യ ആകെ ഞെട്ടിപ്പോകുന്നു. ഇതേ തുടർന്ന് അവിടേക്ക് കടന്നു വരുന്ന അഞ്ജലിയോട് സൂര്യയാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മനു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സൂര്യയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ചതി ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്ന അഞ്ജലി, നീ എന്നെ അപ്പോ ചതിക്കുകയായിരുന്നു അല്ലേടാ ചതിയ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്നും നീ എൻ്റെ പെണ്ണാണ്, അപ്പോൾ ജീവിക്കേണ്ടത് എൻ്റെ കൂടെയല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ ഒന്നും കൊണ്ടല്ല. നീ എൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്ന് എനിക്ക് വാശിയുണ്ട്. ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ഒരിക്കലും നിന്റെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു ഭർത്താവുണ്ട്. ഇനി എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുക. നീയുമായി യാതൊരു ബന്ധവും എനിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന അഞ്ജലി, നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ തിരിച്ചടി കിട്ടിയതിനെ തുടർന്ന് സൂര്യ ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഇതേ സമയം മനുവാകട്ടെ, നിന്നെ ഒരു സഹോദരനെ പോലെയാണ് ഞാൻ കണ്ടത്, എന്നിട്ടും നീ എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള നിന്നെ ഇനിയൊരിക്കലും വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. നീ എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോകരുത്. ഇതോടെ നിങ്ങളെ അകറ്റുക തന്നെ ഞാൻ ചെയ്യും. അത് എൻ്റെ വാശിയാണ്. എനിക്ക് അഞ്ജലിയെ സ്വന്തമാക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലും ഞാൻ ഈ കാര്യം വിട്ടുതരാൻ തയ്യാറല്ല എന്ന് പറയുകയും ഇതേ തുടർന്ന് തിരിച്ചടികൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് സൂര്യ. പക്ഷേ ഇതിനിടയിലാണ് സൂര്യയുടെ ഈ ചതിയെപ്പറ്റി വീട്ടിലുള്ള എല്ലാവരും അറിയാൻ ഇടയാകുന്നത്. മനുവിനെ കൊല്ലാൻ ശ്രമിച്ചത് മറ്റാരുമല്ല സൂര്യയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന അവർ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിനു മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഇതോടെ എല്ലാവരുടെയും മുൻപിൽ തൻ്റെ കള്ളത്തരം പൊളിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് സൂര്യ. മാത്രവുമല്ല, ഇനി പിടിച്ചു നിൽക്കാൻ എന്ത് ചെയ്യും എന്ന ചോദ്യം മുൻപിൽ കടന്നു വന്നതിനെ തുടർന്ന് ഇനി മുതൽ സൂര്യക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം വീട്ടുകാർ അറിയിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു ചതിയനെ എങ്ങനെയാണ് വിശ്വസിക്കുക? വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുമോ ഇവനെ? അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സൂര്യയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് അവർ. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം ഉറപ്പായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് സൂര്യ. സൂര്യയുടെ കള്ളത്തരം മനസ്സിലാക്കുന്ന പ്രഭയും അരവിന്ദും ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. എന്താണ് ഇനി ചെയ്യുക? ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ. സൂര്യയെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കാമെന്ന് വിചാരിച്ചാൽ ഇനി അതിന് സാധിക്കുകയുമില്ല.
സൂര്യയുടെ കള്ളത്തരം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അവനെ ആരും തന്നെ വിശ്വസിക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് എന്ന അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ അഞ്ജലിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന മനു ഇനി മുതൽ പുതിയൊരു ജീവിതം തുടങ്ങുകയല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാനതിന് തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അഞ്ജലി. ഇനി നമുക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകരുത് എന്നുള്ള കാര്യവും അഞ്ജലി തുറന്നു പറയുന്നു. ഇതോടെ പുതിയൊരു വഴിത്തിരിവാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.